ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെണ്ടക്ക കൊണ്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, അത്രയ്ക്ക് രുചിയാണ്. കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും ഒരുപോലെ ഇഷ്ടമാവും ഈ ഒരു കറി. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോയത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇനിയിപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തന്നെ അങ്ങ് വഴറ്റിയെടുക്കാം. വെണ്ടക്ക ഒരു വഴുവഴുപ്പുള്ളൊരു വെജിറ്റബിൾ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു വഴുവഴുപ്പ് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിത് കറിയിലിടുമ്പോൾ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് വെണ്ടക്ക നമ്മൾ കറി വെക്കുമ്പോഴും തോരൻ വെക്കുമ്പോഴും സാധാരണ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് വഴറ്റി ആ വഴുവഴുപ്പൊക്കെ മാറിയതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെണ്ടക്കതിൽ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ഒരു പൊടികളുടെ പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിനെ കോരി മാറ്റാം. ഈ ഒരു പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം. ഇനി അതേ ഒരു പാത്രത്തിലേക്ക് തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഒന്ന് കടുകിട്ട് പൊട്ടിക്കാം കേട്ടോ. അതുപോലെ തന്നെ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും ഉണങ്ങിയ മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള സവാളയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു തക്കാളി ഇതേപോലെ കനം കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂണോളം ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി ഇപ്പം നിങ്ങൾക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ പേസ്റ്റായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം കേട്ടോ. അതാ ഇതുപോലെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ ഇതിൽ വഴറ്റുന്നതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതും കൂടി ചേർത്ത് ആ ഒരു റോസ് സ്മെല്ല് മാറുന്ന വരെ വീണ്ടും ഇതിലൊന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു കരിഞ്ഞ ചുവയായിരിക്കും നമ്മളുടെ കറിക്ക് ഉണ്ടാവുക. ഇതാ അത്യാവശ്യം തന്നെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും അതിൽ നിന്ന് അങ്ങ് കോരി വെണ്ടക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു ഭാഗത്തിരിക്കട്ടെ. നമുക്കുണ്ടല്ലോ ഒരു പാത്രം എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മൺചട്ടിയാണ് എടുത്തത്. മൺചട്ടി വേണമെന്നൊന്നുമില്ല. മൺചട്ടിയിലേക്ക് ഒരു 1/4 കപ്പോളം തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു പുളിയുള്ള തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു അര കപ്പോളം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്നങ്ങ് കലക്കിയെടുക്കാം. കാരണം എന്താ വെച്ചാൽ ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം കലക്കിയെടുക്കാൻ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് വിസ്ക് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒട്ടും തന്നെ കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. എന്നിട്ട് നമുക്ക് വഴറ്റി വെച്ചിട്ടുള്ള നമ്മുടെ വെണ്ടക്കയുടെ ആ കൂട്ടില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഈ ഒരു കറിയിൽ നമ്മൾ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല, തൈര് മാത്രം ചേർത്തതുകൊണ്ട് എത്ര ദിവസം വേണമെങ്കിലും കേടാകാതെ ഇരിക്കുകയും ചെയ്യും. ഊണിന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ തൈരും വെണ്ടയ്ക്കൊക്കെ എപ്പോഴും നമ്മളുടെ കിച്ചണിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല രുചിയാണ് കേട്ടോ. ഇത് ചെറിയ കുട്ടികൾക്കും അതെ അവർ ചോറിൻ്റെ കൂടെ കൊടുത്താൽ വലിയ ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എന്തായാലും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.